എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാവക്ക കറിയാണ് ഇന്ന് നാം ട്രൈ ചെയ്യുന്നത്. അതിനായി 250 ഗ്രാം പാവക്ക ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്തു വെച്ചിട്ടുണ്ട്, അതും ചെറുതായി അരിഞ്ഞെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോഴേക്കും 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും സവാളയും എണ്ണയിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് ചെറുതീയിൽ ഇത് നന്നായി വഴറ്റിയെടുക്കണം. 5-6 മിനിറ്റ് ആവുമ്പോഴേക്കും സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ പൊടിക്കൂട്ടുകളെല്ലാം തയ്യാറാക്കിയെടുക്കണം. ഒരു പാത്രത്തിൽ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കൊച്ചു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി, 2 പച്ചമുളക് കീറിയത് എന്നിവ എടുത്തു വെക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോഴേക്കും നമ്മുടെ പൊടിക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുത്ത് വളരെ ചെറുതീയിൽ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച പൊടികളെല്ലാം അതിലേക്ക് ചേർത്ത് കരിഞ്ഞു പോകാതെ ഒന്നുകൂടി ഒന്നായി മൂപ്പിച്ചെടുക്കണം. പൊടിക്കൂട്ടം നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളവും 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. പുളിവെള്ളത്തിനോടൊപ്പം 2 പച്ചമുളക് കീറിയതും 2 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നന്നായി വെട്ടിത്തിളച്ച് വരുമ്പോഴേക്കും നമ്മളുടെ വാട്ടി വെച്ചിരുന്ന പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 3-4 ഈന്തപ്പഴം മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. പാവക്ക ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈന്തപ്പഴം അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഒരു 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, 2 വെളുത്തുള്ളി എന്നിവ നന്നായി മൂപ്പിച്ച് ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങ വറുത്തരക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാവക്ക കറിയാണിത്. ഈന്തപ്പഴം ചേർക്കുന്നത് ഇതിൻ്റെ സ്വാദ് നമുക്കൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. താളിപ്പ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാവക്ക കറി ഒരു 3-4 മണിക്കൂറിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.